തിരുമാറാടിക്കാരൻ ആനയുടെ പേരാണോ? പുറകെ തിരുമാറാടിക്കാരൻ. അയ്യോ കൂട്ടാ, ബ്ലോക്ക് ആയിരിക്കല്ലേ? ചേർത്ത് വന്നോ ഇനോവ? ഇനോവേ ചേർത്ത് ഹോൺ അടിച്ച് മാറ്റാനായിട്ട്. എടാ അവര് ചേർത്ത് പോട്ടെ, നീ അവരെ കാണുമ്പോ നീ ലെഫ്റ്റും റൈറ്റും വെട്ടിക്കാൻ നിൽക്കില്ല കേട്ടോ. വണ്ടിക്ക് അതാ പറഞ്ഞത്. നീ ഒരു കാര്യം എന്തറിയോ, കുറെ ഒരു വണ്ടി കയറി വരുമ്പോ നീ പെട്ടെന്ന് ലെഫ്റ്റ് റൈറ്റ് വല്ലതും എടുക്കുമ്പോഴത്തേക്ക് ആ ലെഫ്റ്റ് വേറെ വണ്ടി എല്ലാം കയറി വന്നു കഴിഞ്ഞാൽ അത് പണി കിട്ടും. അത് നീ ആ ലെവലിൽ തന്നെ അങ്ങ് പോയാൽ മതി. അപ്പൊ അവരനുസരിച്ച് അവർക്ക് അറിയാമല്ലോ, കുഴപ്പമില്ല, അവരെ കയറി അങ്ങ് പൊക്കോളും. ഈ സൈഡ് ഇല്ല കുഴപ്പമില്ല. നമ്മളായാലും അങ്ങനെ തന്നെ ആണല്ലോ. ഒരു വണ്ടി പോകുമ്പോൾ നമ്മൾ സൈഡ് പിടിച്ച് കയറി പോകാൻ നോക്കുമല്ലോ. അപ്പോൾ ആ വണ്ടി പെട്ടെന്ന് വെട്ടിക്കലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൺട്രോൾ പോകും. നീ ഈ ലെവലിൽ തന്നെ അങ്ങ് പിടിച്ച് പോയാൽ മതി, കുഴപ്പമില്ല. നീ ഇടയ്ക്ക് എനിക്കറിയില്ല, അങ്ങോട്ട് ബ്ലോക്ക് ആകാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഭ്രാന്ത് പിടിക്കും. പക്ഷേ ഒന്നാമതൊന്നും കഴിച്ചതും ഇല്ല. നീ പറഞ്ഞാൽ അത് നമുക്ക് വണ്ടി ഇടാൻ പറ്റുന്ന ഏരിയ അതെവിടെ? അത് ടോളിന് മുന്നേ ആണോ? മനസ്സിലായോ? ഇല്ല, നമ്മളെ കേറ്റ കയറി വരുമ്പോ സിഗ്നൽ ചാലക്കുടി കഴിഞ്ഞിട്ടാണോ? ചാലക്കുടിക്ക് മുന്നേ തോന്നുന്നു, അത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ റോഡ് അങ്ങ് വരെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് പണി കിട്ടും. പണിയല്ലേ? വണ്ടി ഇടാൻ പറ്റത്തില്ലല്ലോ. വണ്ടി ഇടാന്ന് പറഞ്ഞാൽ സർവീസ് റോഡ് കയറ്റിയിടാം. സൈഡ് മണ്ട നോക്കണം കേട്ടോ, മരം എല്ലാം തട്ടുന്നുണ്ടോ എടുക്കുന്നു. എടാ ആനയല്ല, മണ്ട നോക്കണം. ഒന്നുമില്ല ആണോ? ചാലക്കുടി തൃശ്ശൂർ ഈ വഴി, അതായത് നമ്മുടെ മറ്റേ മുന്നറിയിപ്പാട് മോക്ക് ഡ്രിൽ. അതായത് ഇതെന്താ പറയുക, മോക്ക് ഡ്രില്ല്. അതായത് ഡ്രില്ല്, അതായത് വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഇത്, ഒരു പ്രാക്ടീസ് പോലത്തെ മുന്നറിയിപ്പ് പോലെ ഓരോ ചെയ്യിച്ചു നോക്കുക. അലാമ സായറിനാ അത്. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടെ, അതപ്പം അവര് എന്തായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും നിൽക്കുമോ? എല്ലാ സംസ്ഥാനങ്ങൾക്കും ആഭ്യന്തരം പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ എല്ലായിടത്തും കാണോ? എല്ലാ ഭാഗത്തും കാണോ? ഉദാഹരണം പറയാം. ഇപ്പൊ 93.5 FM സാറ്റലൈറ്റാ. ആ സാധനം നീ ഇപ്പൊ ഇവിടുന്ന് ആ റൂട്ടിനെ ഫ്രീ കിട്ടും, ലൊക്കേഷൻ കിട്ടത്തില്ലേ? അതുപോലെ ഈ സാധനം ഫുൾ സാറ്റലൈറ്റാ. അതേ സംഭവിച്ചു. പക്ഷെ അത് നമ്മുടെ ഫോണിലും നമ്മുടെ നെറ്റും അങ്ങനല്ലേ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് എങ്ങനെ അത് നമ്മൾ അറിയും? ഇവിടുത്തെ എനിക്ക് സംഭവം അറിയത്തില്ല. അഫ്ഗാനിൽ അറിയോ? അഫ്ഗാനിൽ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് അതിനകത്ത് ഈ നുഴഞ്ഞേറ്റം ഉണ്ടോ, ആളുകൾ കയറുമ്പോഴത്തേക്കും പെട്ടെന്ന് നുഴഞ്ഞേറ്റം അല്ല, ഈ ബോംബിടും സമയത്ത് ബോംബ് അവിടെ നിന്ന് പൊങ്ങി ചുവന്ന കണ്ടിട്ട് ഞാൻ അവിടുന്ന് വിടുമ്പോഴത്തേക്ക് നമുക്ക് ക്യാഫർ വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ മുഴുവൻ നമ്മുടെ എവിടെയൊക്കെ ബേസ് ഉണ്ടോ ആ ഒറ്റ ടൈമിൽ ഫുള്ള് അലാറം അടിക്കും. ഇൻകമിങ് റോക്കറ്റ് അറ്റാക്കറ്റ് അടിക്കണോ താഴെ വീഴും നമ്മള്. അപ്പോഴേ നമ്മൾ ആ അടിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ താഴെ വീഴും, താഴെ കിടക്കും. സംഭവിച്ചാൽ ഈ ബോംബ് വീഴുവാണെങ്കിൽ വീഴത്തെ സാധ്യത കുറവാ. വീഴുവാണെങ്കിൽ അറിയാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, നമുക്ക് മെഷീൻ ഉണ്ട്. ആ മെഷീൻ 2 എണ്ണ പോകുന്നത്. ഈ സാധനം ഇപ്പൊ പാകിസ്ഥാനിൽ ഇപ്പൊ അവർ അടിച്ചെന്ന് വിചാരിച്ചു. ആ സാധനം വിടുവാണെങ്കിൽ തന്നെ അവര് ഇപ്പൊ ഇന്ത്യ ഫോക്കസ് ചെയ്താണല്ലോ വിടുന്നത്. ഇന്ത്യ ഫോക്കസ് ചെയ്ത് അവർക്ക് ടാർഗറ്റ് ഉണ്ട് ഇന്ന അടുത്തേക്ക്, ആ ലൊക്കേഷനിലേക്ക് അങ്ങനെ വിടുന്നത്. അപ്പൊ എത്ര ഡിസ്റ്റൻസ് എടുക്കും ഇത് സാധനം? അത് എല്ലാ മിഷനിലും സെറ്റ് ചെയ്യുക. എത്ര കിലോമീറ്റർ സ്പീഡ് ഇത്ര സെറ്റ് എല്ലാം മിഷൻ സെറ്റ് ചെയ്യണല്ലേ. അപ്പൊ അവിടുന്ന് അവര് വിടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അറിയാൻ സെറ്റപ്പ് കാണുമായിരിക്കും, ഇന്ത്യ കാണുമായിരിക്കും. അതല്ലേ അവര് മറ്റേ ഇത് പറഞ്ഞേ, ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ഈ ബോംബ് വന്ന് വീണാലേ
ഈ ബോംബ് വന്ന് വീഴുന്നിട സ്പോട്ട് അങ്ങനെയാണോ ഇതാവുന്നത്, അതോ ആ ഈ ബോംബ് വന്ന് കുത്തി ബോംബ് വന്ന് വീഴും, ഇത് താപ്പോട്ട് പോവും, ഇത് താഴെ പോയിട്ട് മേപ്പോട്ട് വരും, മേളിൽ വരുന്നത് ഫുള്ള് സെക്കൻഡ്സ് ചീടുകളാ, ഇത് മേപ്പോട്ട് പോയിട്ട് ചിതറുക. അതാണ് ഇവരെല്ലാം അതായത് ചെതറുമ്പോണ്ടല്ലോ, ഇത് സ്ലൈസാ, എവിടെ കൊള്ളത് അവിടെ കീറും, പോന്തിപ്പോവും, നിന്റെ ദേഹത്തോടെ തീർന്നു. അത് മൈനസ് ബോൾ അറ്റക്ക് മനസ്സിലായില്ലേ, നീ അത് കൊണ്ടു കഴിഞ്ഞാ നീ ചിതറിപ്പോവും. വീഴത്ത് കുഴി ഉണ്ടാകത്തേ ഉള്ളൂ, ഇത് കുഴി പോയിട്ട് അത്രയും ഭാഗം ഫുൾ ബ്ലാസ്റ്റ് പോയോ, അതാ വീണ് തെറിച്ച് കഷ്ണമായി പോകും. ഞങ്ങൾ അവിടെ ഇത് യുദ്ധത്തിന് പ്രഖ്യാപിച്ചോ? യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ അവസ്ഥ അറിയത്തില്ല. ഇനി അതിന് ആള് പറഞ്ഞുണ്ടാക്കുന്ന സംഭവമാണോ ഒന്നും അറിയത്തില്ല, നമുക്കത് ഒഫീഷ്യൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഒഫീഷ്യൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ ഇപ്പൊ യുദ്ധം ഉണ്ടായ സംഭവം ഉണ്ടാകും. എനിക്കറിയത്തില്ല. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇത് കണ്ട് മെസ്സേജ് കണ്ട്, മെസ്സേജ് ആണ് മോക്ക് ഡ്രിൽ മെയ് 7-ാം തീയതി ഇന്ത്യ ഫുള്ള് മോക്ക് ഡ്രില്ല്. അങ്ങനെ വല്ല അവന്മാർ ഇടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു അവന്മാർ അതോതി എന്തോ ആവാനാ. ഒരു വട്ടം അവന്മാർ ഇടത്തോളൂ ഇങ്ങോട്ട്, പിന്നീടാൻ കാണത്തില്ല, അത്രേ ഉള്ളൂ ശക്തി. പക്ഷെ എന്നാലും ഒരു വട്ടം വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചൊന്നും അല്ല. പിന്നെ ഈ കാണുന്ന ഹമാസ് പോലെയൊക്കെ ഭയങ്കര അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ ചാനമാരുണ്ട്, അവർക്ക് വേണ്ടി ചാനമാരുണ്ട് ഇന്ത്യയിൽ, പൈസക്ക് വേണ്ടി മിലിറ്ററി ഫോഴ്സ് ആക്കാനുള്ളതുണ്ട്. എല്ലാരും ഉണ്ടോ, അതാ വിഷയം. എല്ലാം പണത്തിന് വേണ്ടി. എന്നീ പൊട്ടന്മാര് ചിന്തിക്കുന്നില്ല, സ്വന്തം രാജ്യം ഞാൻ ഇവിടെ തന്നെ താമസിക്കേണ്ടവനാണെന്ന് ചിന്തിക്കില്ല. വിവരമില്ലായ്മ മോനെ. ഇങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യടാ? കോയമ്പത്തൂർ 145 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? കോയമ്പത്തൂർ 141. എടാ നമുക്ക് ഈ പ്രിന്റ് എടുക്കണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? പ്രിന്റ് എടുത്തില്ലെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ പോലെ കുഴപ്പമറിയോ, ഇത് പഴുതാക്കിയാ പാട് ചൂടത്ത് മറ്റേ രാത്രി അടിച്ച സുശീല സീനില്ല. ഇതിന് ചെയ്തേ പറ്റൂ. വെയിലത്തഴിക്കണം പാട, വലിയ അടിച്ച് മടക്കി കയറ്റണം. അതുപോലെ ഇത്ര ഈ ഹൈറ്റിന് മണ്ടയ്ക്ക് കയറി അതാ ഇച്ചിരി റിസ്ക്. ഞാൻ എങ്ങനെ കയറും എനിക്കറിയത്തില്ല. ഇതാണ് ലൊക്കേഷൻ. ഏതാ ഇതാ സ്ഥലം? നീ പറഞ്ഞ സ്ഥലോ? എനിക്കറിയത്തില്ല, മനസ്സിലാവുന്നില്ല ഒന്നും. എവിടെ വന്നൊരു പിടുത്തമില്ല. ഇവിടെ ഇപ്പൊ എങ്ങനെ കയറും? അടി ലെഫ്റ്റ് ഹൈറ്റ് കൂട്ടിയിട്ടിരിക്കുകയല്ലേ, ഉള്ളിടത്തുള്ള വണ്ടിയും കയറ്റിയിട്ടിരിക്കുക. അയ്യോ, ഇതെന്നാ ബ്ലോക്കാണോ ഇത്? വണ്ടി നേരെ പോകുന്നു, ലെഫ്റ്റ് പോകുന്നു. ഉന്നാൽ മുടിയാതെ തമ്പി സ്കീ. എടാ എങ്ങനെ പോകണ്ടേ? ലെഫ്റ്റ് റൈറ്റ് നേരെയോ? നമുക്ക് നേരെ ലെഫ്റ്റ് എടുക്കണ്ട, ലെഫ്റ്റ് കയറണ്ട. അറസ്റ്റ് റോഡ് കയറി കട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവരങ്ങനെ കയറ്റിയത്. നീ റോഡിന്റെ കാര്യമാണോ പറഞ്ഞത്? ഇവിടെ ഇതാവുന്ന കാര്യമാണോ? പക്ഷെ പണി പാളിയില്ല മോനെ. നീ എന്നാ പണ്ണടാ? എടാ ഇതാ സെയിം ബ്ലോക്ക് തന്നെ കേട്ടോ. അന്ന് തൃശ്ശൂർ വരെയുള്ള ബ്ലോക്ക് ആയിരിക്കും അല്ലേ? എന്നാ പണി പാടുമല്ലോ. എന്ത് ചെയ്യും? ആ വണ്ടി ഇപ്പൊ ബൈക്കുകാരനെ ഇപ്പൊ തട്ടിയാണ്. ഇപ്പൊ ഫുഡടി ടാസ്ക് ആവും. മറ്റേ കണ്ണൻ പോയപ്പോ കണ്ണൻ എന്താ പറഞ്ഞേ? ബ്ലോക്കില്ലായിരുന്നോ? കുഴപ്പമില്ലായിരുന്നോ? കണ്ണൻ പറയുന്നത് മറ്റേ ഇവിടെ ആ കാടി ബ്ലോക്ക്, വേറെ ബ്ലോക്ക് ഇല്ലാന്നാ പറഞ്ഞത്. ഇല്ലായിരുന്നു പറഞ്ഞേ. അതാ ഈ ടൈം ഇപ്പൊ രാത്രിയല്ലേ ഇവിടെ തിരക്ക്, അതുവരെ തിരക്കില്ല.
സിഗ്നൽ സിഗ്നലാ? പക്ഷെ സിഗ്നലിന്റെ ബ്ലോക്ക് അല്ല ഇത്. അതെ ആണോ? ബാക്കിയത്തില്ല ആയിരിക്കും. ഇതേ ബ്ലോക്ക് ഓ സിഗ്നലിന്റെ ബ്ലോക്ക്. ബ്ലോക്കാ. പൂവാലിപ്പരല് പരല് ഇന്നലെ നേരത്ത്. ഇതെന്നും ഒന്നും ആയില്ലല്ലോടാ. ചാലക്കുടി പോലും ആയില്ല. ചാലക്കുടി വരെ ബ്ലോക്ക് കാണിക്കുന്നത്. ഈ റൂട്ട് തൃശ്ശൂരൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർ രാത്രിയിൽ ഒരു 9:30 അല്ലയോ? വണ്ടി തട്ടിയോ? കുറേ കൊണ്ട് തട്ടി പിക്കപ്പുകാരെ. ഈ റൂട്ട് തൃശ്ശൂരൊക്കെ രാത്രി പോകുന്നവർ ഈ 9:30-ക്ക് ശേഷം ഈ റൂട്ട് പോകാതിരിക്കുന്നത് നല്ലത് തോന്നുന്നു. ഗുരുവായൂർ വഴി. അവിടുത്തെ അവസ്ഥ എന്താ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അല്ല ഇതിനും സുഖം നോക്കിക്കൊന്നു. ഓ ഈ ബ്ലോക്ക് ഇങ്ങനത്തെ ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പക്ഷേ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നവർക്ക് എറണാകുളം സൈഡിലേക്ക് പോകുന്നവർക്ക് സീനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ ഇവിടെ വണ്ടി തട്ടി കേട്ടോ. വണ്ടി തട്ടി സ്ലോ അടിച്ച് എവിടെ തട്ടിയേ? ഓ വണ്ടിയുടെ കണ്ടില്ല. ആ ലോഗോയില്, ബാക്കിലെ ലോഗോയില് തമിഴ്നാട് വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിഷയം. ഭയങ്കര ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക്. 2 വീലറിനൊക്കെ കയറിപ്പോകും, ബൈക്കുകാർക്കൊക്കെ കയറിപ്പോകും, സീനില്ല. പക്ഷേ കാറുകാരാണെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ്. അതിനിടെ മൊത്തം ഈ സമയത്ത് മൊത്തം ലോറികളായിരിക്കും. അപ്പം ഭയങ്കര ബ്ലോക്ക് കൂടത്തേ ഉള്ളൂ. കാറുകാർക്ക് പോലും ബുദ്ധിമുട്ടായിപ്പോകും. കണ്ടോ, മൊത്തം ലോറിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കാറുകാർക്ക് തന്നെ കയറ്റിക്കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ റൂട്ട് നൈറ്റൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർ തൃശ്ശൂരൊക്കെ, പക്ഷെ വേറെ വഴിയില്ല ഇല്ലേ? ഗുരുവായൂർ എന്നൊക്കെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിൽ പിന്നെ തിരിച്ചു പോകേണ്ടി വരും. ഇത്രയും ബ്ലോക്ക് ഒരു ആവശ്യമില്ല. ഈ റൂട്ടൊക്കെ ഭയങ്കര. അതെ, അപ്പം ഈ റൂട്ട് സീനില്ല, എപ്പോഴും ഇല്ല ബ്ലോക്ക്. നൈറ്റ് ഒരു 9 മണിക്ക് ശേഷം എനിക്ക് തോന്നുന്നു നൈറ്റ് ആയിരിക്കും അവർ പണി നടക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നൈറ്റ് ഇത്രയും ബ്ലോക്ക് വരാൻ കാരണം. അപ്പോൾ നൈറ്റ് ആരും ഈ റൂട്ട് പോകരുത്. വേണ്ട ഇങ്ങനെ പോയാൽ മതി. വേണ്ട റൈറ്റ് എടുക്കണ്ട, ഇങ്ങനെ പോയാൽ മതി. പോകാനുള്ളവർ കുറച്ച് നേരത്തെ ഒരു രാത്രി ഒരു 8 മണിക്ക് മുന്നേ മാക്സിമം ഈ റൂട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഒരു 8 മണിക്ക് പോകാൻ നോക്കുക, വൈകിട്ട് തന്നെ. അല്ല രാത്രിക്ക് നമ്മൾ റോഡ് ഫ്രീ ആവും, ക്ലിയർ ആവുമെന്ന് വിചാരിച്ച് നൈറ്റ് പോകാൻ നിൽക്കരുത്. കാരണം അമ്മാതിരി ബ്ലോക്ക് ഭ്രാന്ത് പോയി ഇറങ്ങി നടന്നാലോ വരാറ്. ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതിന് സീനൊന്നുമില്ല. അവിടെ ഓക്കെ, റോഡെല്ലാം ക്ലിയറാണ്, പക്കായ. അതായത് തൃശ്ശൂർ ടു എറണാകുളം റൂട്ട്, തൃശ്ശൂർ ടു എറണാകുളം സീനൊന്നുമില്ല, റോഡെല്ലാം ക്ലിയറാണ്. പക്ഷേ എറണാകുളം ടു തൃശ്ശൂരിലോട്ട് പോകുന്ന വഴിക്കാണ് പണി. ഭയങ്കര പോസ്റ്റ്. അതിനിടയ്ക്കാണ് ഭക്ഷണവും കഴിച്ചില്ല. എവിടെയെങ്കിലും ഒതുക്കുന്ന വല്ല ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ നടക്കത്തില്ല. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വയറാണെങ്കിൽ കത്തി കരിഞ്ഞു. കഴിഞ്ഞു പോയി പറഞ്ഞല്ലേ? ഏതാ അവനാണോ നോക്കിയതാ വണ്ടി? ആരാ? കണ്ണനോ? ഇല്ല, അവൻ പോയി കാണും. ഇപ്പോഴേ ഇങ്ങനെ ആണെങ്കിൽ നടക്കുന്ന കാര്യമല്ല. അവൻ പോട്ടെ, കുഴപ്പമില്ല. ഇത് ഭയങ്കര അലമ്പാണ്. അത് പിടിക്കും. എങ്ങനെയാടാ ഗിയറൊക്കെ ഇടുന്നത്? ടാസ്ക് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ ആയിരുന്നു, സീനില്ലായിരുന്നു. ക്ലച്ച് വിഷയമില്ല. പക്ഷേ ഇത് ക്ലച്ച് ഔട്ടിൽ പോകുന്ന വണ്ടികൾക്കെല്ലാം പണിയാവും. ക്ലച്ച് ഔട്ടുക, മാറ്റുക, ക്ലച്ച് ഔട്ട് ഗിയർ ഇടുക, മാറ്റുക. അർബാൻ ചോയ്സ് അവിടെ തിരികെ അങ്ങ് വരെ ബ്ലോക്കാ. അവിടെ സിംഗിൾ ആവും. റോഡ് സിംഗിൾ ആവും അവിടുന്ന്. കണ്ടോ, അവർ ഈ സർവീസ് റോഡ് പോലും അവർ ബ്ലോക്ക് ചെയ്തിരിക്കുക. കണ്ടോ, സർവീസ് റോഡും അവർ ബ്ലോക്ക് ചെയ്തിരിക്കും. വണ്ടി കയറി പോകും. അല്ലെ കാറുകാരെങ്കിലും അവരുടെ കയറി പോയതിനെ. ഇത് ഫുള്ള് മൊത്തം ലോറിയും ടെമ്പോ ഒക്കെ ആയതുകൊണ്ടേ
കാറുകാർക്കും കയറി പോകാൻ പറ്റുന്നില്ല. ഒരു സ്പേസ് ഇല്ലല്ലോടാ. സ്പേസ് ഇല്ല, അതാ വിഷയം. എല്ലാവരും ധൃതിക്കാരാണല്ലോ എല്ലാവരും. എല്ലാം ധൃതിക്കാരെ. ഇപ്പൊ ആരാ ഇപ്പൊ അത്യാവശ്യം അല്ലാത്ത? എല്ലാവർക്കും അത്യാവശ്യക്കാരല്ലേ. അത്യാവശ്യത്തിനൊക്കെ എമർജൻസി ആയിട്ടൊക്കെ പോകുന്നവര് വിട്ടുപോകും. നല്ലപോലെ ആംബുലൻസ് വന്നു കഴിഞ്ഞുണ്ടല്ലോ കുറച്ചൊന്ന് ക്ലിയർ ആവും, റോഡ് ക്ലിയർ ആവും. അത് അല്ലാതെ ക്ലിയർ ആവത്തില്ല. ഈ നല്ല ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ആംബുലൻസ് വരുമ്പോഴത്തേക്ക് അവിടെ ക്ലിയർ ആവും. അതാ വിഷയം. അത് ഭയങ്കര പാടാവും. അത് ആംബുലൻസിനകത്ത് കിടക്കുന്നവർക്ക് അതിന്റെ ഫീൽ അറിയത്തുള്ളൂ അല്ലേ. എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകണം. ഭയങ്കര പാടാണ്. നമ്മൾ അന്ന് പോയിട്ട് വന്നപ്പോഴും രണ്ടാഴ്ചക്ക് മുന്നേ എന്തോ ആര് പറഞ്ഞു നമ്മള് പോയപ്പോ. എടാ നമ്മൾ എത്ര മണിക്കാ പോയത്? നമ്മൾ ഇവിടുന്ന് വൈകുന്നേരം അല്ലേ പോയത്? അതാ പറഞ്ഞ വൈകുന്നേരം കുഴപ്പമില്ല, ഈ റോഡ് സീനില്ല, കുഴപ്പമില്ല. പക്ഷെ രാത്രി ഒരു 9 മണി 9:30 ശേഷമാണ് ഇവിടെ റോഡ് ബ്ലോക്ക് ആയി തുടങ്ങുന്നത്. അപ്പോൾ ഈ റൂട്ട് പോകുന്നവർ ഇപ്പോൾ ഈ തൃശ്ശൂരിൽ പണി നടക്കുന്നതുകൊണ്ടായിരിക്കും, അതിൻ്റെയാ. അപ്പോൾ ഈ രാത്രി 9 മണിക്ക് ശേഷം ഈ റൂട്ട് ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് അത്യാവശ്യത്തിന് പോയി വരാൻ പറ്റത്തില്ല, ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെ ഇഴഞ്ഞു പോകാനുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോകാം. പക്ഷെ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. നല്ലോണ്ടായി പോകും. ഇപ്പൊ എത്ര നേരം നമ്മൾ നോക്കിയിരുന്നില്ലേ? മണിക്കൂറുകളായി. 12:30 സമയം. 12:15 10:00 ബ്ലോക്ക് കയറിയതാ. 10:00 ബ്ലോക്ക് കയറി. 10:30, 11:30, 12:30, 2 മണിക്കൂർ. ചാലക്കുടി പോലും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ചാലക്കുടി ആയിട്ടില്ല. 2.5 മണിക്കൂർ, 2 മണിക്കൂറായി. 2 മണിക്കൂർ ചാലക്കുടി പോലും ആയിട്ടില്ല. 7 ഇനിയും കിടക്കണം അങ്ങോട്ട് ചാലക്കുടി. അതാണ് വിഷയം. ചാലക്കുടി ഫ്ലൈ ഓവർ സിംഗിൾ ലൈൻ കഴിഞ്ഞപ്പോഴത്തേ വണ്ടി പറന്നാവോ. ഏതാ? ഈ സൈഡ് പിടിച്ച് പൊക്കോ. ഇനി ബാക്കിയുള്ളവര് കൺട്രോൾ പോയി വരുന്നവരൊക്കെ ഇനി തല്ലി തകർത്തായിരിക്കും പോകുന്നത്. വണ്ടികളെല്ലാം പറന്നായിരിക്കും പോകുന്നത്. കാരണം ഇത്ര നേരം ആൾക്കാര് കൺട്രോൾ പോയി കിടക്കുമായിരുന്നു. വിശപ്പം കേട്ട് ആണ്. നമുക്ക് അത്യാവശ്യമായിട്ടേ ഓട്ടോസ് എടുക്കണം, അല്ലെ വള്ളിയാ. എടാ അതിപ്പോ എന്ത് ചെയ്യടാ? അത് എടുത്തേ പറ്റൂ. പ്രിന്റ് എടുക്കാൻ എവിടെ ഉണ്ട് ഇപ്പൊ? എവിടാന്ന് പറഞ്ഞിട്ടാ? അപ്പൊ ഈ ചെക്ക് പോസ്റ്റില് ചോദിക്കുമ്പോഴത്തേക്ക് സീൽ ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യടാ? ഈ സമയത്ത് ലോഡ് കയറി കഴിഞ്ഞാൽ അവസ്ഥ ഇതാ. ഇതൊന്നും ആർക്കും അറിയണ്ട, എല്ലാവർക്കും ലോഡിങ് എത്തിയാ മതി. എന്ത് ചെയ്യും മോനെ? ഒരു വണ്ടിക്ക് 3 രൂപ വെച്ച് വാങ്ങിക്കും അവര്. 3 രൂപ വെച്ച് വാടക കൂട്ടിയോ അതുമില്ല. ചാലക്കുടി ഫ്ലൈ ഓവറായി. ഇത്ര നേരം അടുത്ത പമ്പിൽ ഏതാ പമ്പി വണ്ടി എടുത്താ എന്തിനാടാ പ്രിന്റ് വണ്ടി പമ്പി ചോദിച്ചാൽ അവര് പ്രിന്റ് എടുത്ത് തരുമോ? ചോദിക്കാൻ എടുക്കാൻ വേറെ വഴി എടുത്തുള്ളൂ. അല്ല പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് രാവിലെ 10 മണിയാവും അല്ലേ കട തുറക്കണമെങ്കിൽ. എന്നാലും അവര് ചെയ്തു തരും കട. അത് ടാസ്ക് കഴിഞ്ഞ അവരുടെ ടൈം, പിന്നെ അവരുടെ ടൈം നമുക്ക് ആ ടൈമിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്ര നേരം ബ്ലോക്കിനകത്ത് നിന്ന് പെട്ടില്ലേ? സമയം പോസ്റ്റ്. ഇത്ര നേരം ബ്ലോക്കിനകത്ത് കിടന്ന് ഭ്രാന്തായി. ബ്ലോക്കിൽ നിന്നൊന്ന് വിട്ട് 12:30 ഞങ്ങൾ സൈഡിൽ എവിടെയോ നിർത്തി. ഇതെവിടെയാണ് സ്ഥലം? ചാലക്കുടി കഴിഞ്ഞിട്ട് ചാലക്കുടി ടോളിന് മുന്നേ. ടോളിന് മുന്നേ. ടോളൊന്നും ആയില്ല. എവിടാ സ്ഥലത്തെ എവിടാ? അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കിയിട്ട് അല്ല എവിടെ ഉണ്ടല്ലോ. നെല്ലായി. യെസ്, നെല്ലായി. നെല്ലായിൽ വണ്ടി നിർത്തി. അല്ല ഭക്ഷണ പദാർത്ഥങ്ങളല്ലോ ഭക്ഷണം വല്ലതും ഉണ്ടാക്കിയിട്ട്
വല്ലതും കഴിച്ചിട്ട് പതുക്കെ അങ്ങ് പോവാം. അപ്പോഴത്തേക്ക് കുറച്ച് റോഡൊക്കെ ഒന്ന് ഫ്രീ ആവുമല്ലോ. ഇപ്പോൾ അതിനുള്ള സെറ്റപ്പിലാണ്. കസേരയൊക്കെ എടുത്തിട്ട് അതിനകത്ത് ലൈറ്റ് ഓൺ ആയിക്കേ. ലൈറ്റ് ഓൺ ആയിക്കേ. അടുപ്പ് സാധനങ്ങൾ വെള്ളം വെള്ളം അടി പോകട്ടോ. വെള്ളം അടിയോട്ട് പോയി. കുപ്പി ആ കുഴപ്പമില്ല. അതിലേക്ക് പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ഉള്ളിയൊക്കെ വെച്ച് തക്കാളി അരിഞ്ഞ് ഇച്ചിരി പച്ചമുളകൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് അങ്ങ് എടുത്താൽ മതിയല്ലോ, സീനില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പാക്കല. അപ്പം സവോള അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി, മഞ്ഞപ്പൊടി എടുത്തോ. ഇനി ഇതിനകത്ത് എണ്ണ ഒഴിക്കുന്നു. യെസ്. അപ്പോൾ ഇനി ഇതിനകത്ത് ഇനി കുറച്ച് എന്ത് കഴിഞ്ഞി സവോള എടുത്ത് അതിനകത്തെടുത്ത് ചിക്കൻ ചെറുപറച്ചമുളകായിട്ടത് അതെ വെറുതെ എണ്ണയ്ക്ക് നല്ല ഇളകുന്നത്. യെസ്. അപ്പം സവോള കുറച്ച് സെറ്റായിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളക് ഇറക്കി. തക്കാളി ഇല്ലേ വേണ്ടേ? അങ്ങനെ കുഴപ്പമില്ല. എങ്ങനെയാലും സാധനം സെറ്റായാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വലിയ പരിപാടിയില്ലാതെ വലിയ പരിപാടിയില്ല ഈ തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു തന്നേക്കണേ. തട്ടിക്കൂട്ട് പരിപാടി ഈ സവോള, തക്കാളി, മുട്ട അങ്ങനെയൊക്കെ വെച്ച്. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾക്കിപ്പം ചിക്കൻ കറി വെക്കണം. അങ്ങനെ ചിക്കൻ കറി വെക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിന്നാനേ അറിയത്തുള്ളൂ. അപ്പോൾ അത് ഈ വലിയ സെറ്റപ്പൊന്നും ഇല്ലാതെ അത്യാവശ്യം വലിയ രുചിയൊന്നും വേണ്ട, അത്യാവശ്യം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ചെയ്യാനുള്ള പരിപാടിയൊക്കെ അറിയാമെന്നുള്ളവർ അതൊന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ പാക്കറ്റ് ചപ്പാത്തി അതിനകത്ത് 10 പീസുണ്ട്. കടയിൽ 10 പീസുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ഉപ്പിടണ്ടേ? ഉപ്പാണ്. മഞ്ഞപ്പൊടി ഇടണം അല്ലേ? ഇത് മല്ലിപ്പൊടിയാണോ മഞ്ഞപ്പൊടിയാണോ? ഇത് മല്ലിപ്പൊടിയാ. അറിയാലോ. മണം അറിയാലോ. ഇത് മഞ്ഞളല്ലേ? എടാ ഇതിന്റെ മറ്റേ ചെറിയ സ്പൂൺ ഉണ്ടോ? അതിനകത്തിരിക്കുക. അതിനകത്തുണ്ടോ? മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടാൽ മതിയോ? കഴിഞ്ഞോ? കുറച്ച് വേട്ടെ. മുളക് പൊടി ഇടണ്ടേ? മല്ലിപ്പൊടി വേണ്ടേ? ചുമ്മാ ടെസ്റ്റ് ചെയ്യണം. കുറച്ചിട്ടാ മതി അല്ലേ?
മല്ലിപ്പൊടി ഇട്ടേ. എടാ ഇത് കറി വെക്കുന്നില്ലടാ, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടണ്ടേ. ഇനി കുറച്ച് ഉപ്പ്. യെസ്. അപ്പം മുട്ട പൊട്ടിച്ച് ഒഴിച്ച് സെറ്റ് ആയിട്ടുണ്ട്. വാവ്, നൈസായിട്ടുണ്ടല്ലേ. അടുത്തെന്തോ? ആ അത് പോരെ. പിന്നെ ഒരു മുട്ടയില്ല ഇത്രയും കുളം പോലെ നടക്കുന്നു. ആന മുട്ടയോ? ഇതെന്താ ഇങ്ങനെ? ഇത് വരുമ്പോൾ ക്ലിഞ്ഞായിപ്പോയല്ലോ. ഉപ്പിടണോ ഇനി? കരിയല്ലോ. യെസ്, ചപ്പാത്തിയും റെഡി ആക്കിയിട്ടുണ്ട്. വാവ്. ആ എന്ത് 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 യെസ്, സെറ്റപ്പായി അല്ലേ? കുറച്ചിട്ട് അമുക്കി വെക്കണ്ട. ഒന്നുകൂടെ ചിക്കി തൊത്തി വെച്ച് അത്രയും മതി അല്ലേ? വൗ, നൈസ്. ബസ്. റോഡ് തന്നെ ക്യൂവാ, വണ്ടി തന്നെയാ പോകും. നോക്കി റോഡില് ഓ മൈ ഗോഡ്, ഞങ്ങളെ ഫാൻസ് ഫോളോ ചെയ്ത് ഞങ്ങളെ പൊക്കി. യെസ്, ഞങ്ങളുടെ ചപ്പാത്തി ക്യാൻസലായല്ലോ കുറച്ചതിന്. ഞങ്ങളുടെ ആരാധകരെത്തി ഗൈസ്. ചപ്പാത്തി തികയത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. യെസ്. പേരെന്തായിരുന്നു? ബിനു. ഓക്കെ, അപ്പോൾ ഇനി വരുമ്പം കാണാം. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ. കുറച്ച് ഉപ്പ് കുറവാന്ന് പറഞ്ഞില്ലേ? വേറെ ഒന്നും കുറ്റം പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഒരു ഉപ്പ് കുറവാന്ന് പറഞ്ഞു. വാവായിട്ടുണ്ട്. ഉപ്പ് സീനൊന്നുമില്ല, ഉപ്പ് കറക്റ്റാ. കൊള്ളാം. യെസ്, നൈസായിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് തട്ടാം നമുക്ക് അല്ലേ? യെസ്. അപ്പം ചപ്പാത്തി സെറ്റായി, എഗ് സുനാപ്പിയും സെറ്റായി. ഓക്കെ, അപ്പോൾ ഇനി സാപ്പിടാം. എങ്ങനെയുണ്ട്? വാവ്. ഇനി ചോറൊക്കെ വെക്കണമല്ലോടാ, അപ്പം അതിനെന്ത് ചെയ്യും? കറി സാമ്പാർ ഉണ്ടാക്കാൻ അറിയോ? ആ, ഞാൻ യൂട്യൂബ് അടിച്ചു നോക്കാം. കുക്കറൊക്കെ ഉണ്ട്, അതിൻ്റെ സംഭവങ്ങളും ഉണ്ട്, പൊടിയും കാര്യങ്ങളൊക്കെ. ചുമ്മാ വെള്ളത്തിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ടാൽ മതി അല്ലേ? അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ എനിക്കറിയാമല്ലോ. അപ്പം ട്രൈ അടിക്കാം അല്ലേ? ഇല്ലേ മീനച്ചാറും ചമ്മന്തിപ്പൊടിയും ഉണ്ട്. വീട്ടിൽ വരുമ്പോൾ ഇനി മോരും കൂടെ കൊണ്ടുപോകാൻ സെറ്റാണ്, വേറെ ഒന്നും വേണ്ട. യെസ്,
ഇപ്പം ക്ലോസ് ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് കൂടിയാ ഓക്കെ. എത്ര മണിയായി? 2 മണിയായില്ലയോ? അപ്പോൾ ഇനിയിപ്പോൾ വിട്ടാലേ രാവിലെ എത്തത്തുള്ളൂ.